നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ ഒരു ക്ലാസ് കേൾക്കാനിടയായി. അതിലെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്ലാസ് എടുത്തിരുന്നയാൾ പറഞ്ഞു, ഇപ്പോൾ നിലനിൽക്കുന്നത് 3 സംസ്കാരങ്ങളാണ്. ഒന്ന് താരതമ്യ സംസ്കാരം. നമുക്കെന്ത് വേണമെന്നുള്ളതല്ല പ്രശ്നം, അടുത്ത ആൾക്ക് എന്തൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതിലൊരു പടി കൂടി മുന്നോട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് സമാധാനക്കേടാവില്ലേ? ചിന്തിച്ചപ്പോൾ ഏകദേശം ശരിയാണെന്ന് തോന്നി. നമ്മൾക്ക് ആവശ്യമുള്ളതൊന്നുമല്ല, നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളതുമല്ല നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെന്തൊക്കെ ചെയ്യുന്നു അതിലൊരല്പം കൂടി മുന്നിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞ സംസ്കാരമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അദ്ദേഹം തുടർന്നു, വിഴുങ്ങൽ സംസ്കാരം എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചു തുടങ്ങി, എന്താണ് ഈ വിഴുങ്ങൽ സംസ്കാരം? ഭക്ഷണം കഴിക്കുന്നതായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ അദ്ദേഹം തുടർന്നു, ഇന്ന് ഒരു കുടുംബത്ത് ആരോടാണ് മനസ്സിലുള്ളതെല്ലാം തുറന്ന് സംസാരിക്കുന്നത്? മാതാപിതാക്കളുടെ മനസ്സിലുള്ളത് 0.25% പോലും മക്കളോട് തുറന്നു പറയുന്നുണ്ടോ? മക്കൾക്ക് പറയാനുള്ളതിൽ എന്തെങ്കിലും ഒരു കാര്യം മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കുന്നുണ്ടോ? കാരണം അങ്ങനെ സംസാരിച്ചാൽ ആ ബന്ധം വഷളാകുന്നതാണ് ഇന്നത്തെ അവസ്ഥ. അദ്ദേഹം തുടർന്നു, മുൻപൊക്കെ അങ്ങനെ അല്ലായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതെല്ലാം ഉറക്കെ കാര്യകാരണ സഹിതം പറയും. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു തീരുമാനം കുടുംബത്തുണ്ടാവും. അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നാൽ വെറുപ്പോ വിദ്വേഷമോ ആരും മനസ്സിൽ വയ്ക്കാറില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാ ആവശ്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളപ്പോൾ, പണത്തിൻ്റെ ധാരാളിത്തമുള്ളപ്പോൾ എന്ത് പറഞ്ഞാലും അത് ബന്ധങ്ങൾ വഷളാകാനേ കാരണമാകൂ. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരു വിഴുങ്ങൽ സംസ്കാരത്തിലാണ്. അദ്ദേഹം തുടർന്നു, ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മറ്റൊരു സംസ്കാരമുണ്ട്. അതിൻ്റെ പേര് മരണ സംസ്കാരം എന്നാണ്. മരണശേഷം മനുഷ്യർ ഒന്നും പറയുകയില്ല, പ്രതികരിക്കുകയില്ലല്ലോ. അപ്പോൾ ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും മരണപ്പെട്ട വ്യക്തികൾ ജീവിക്കുന്ന ഒരു കുടീരമായി വീട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ടിങ്ങോട്ടും സംസാരിക്കുന്നില്ല, ആശയവിനിമയം നടത്തുന്നില്ല, വഴക്കില്ല, പ്രശ്നങ്ങളില്ല, ഒച്ചപ്പാടില്ല. ശവങ്ങൾ ജീവിക്കുന്നത് പോലെ ഓരോ മുറികളിൽ ഓരോരുത്തർ താമസിക്കുന്നു. ഏറെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമായി അത് മാറി. അതേ തുടർന്നുള്ള ഒരു ചർച്ചയിൽ എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുത്തു. എല്ലാ പ്രായത്തിലുള്ളവരും സംബന്ധിച്ചിരുന്ന ആ ക്ലാസ്സിൽ എല്ലാവരും തുറന്ന് സമ്മതിച്ചു, എല്ലാം ശരിയാണ്, മുൻപ് ഇങ്ങനെയായിരുന്നില്ല. അദ്ദേഹം അതേ തുടർന്ന് പറഞ്ഞു, ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് മനുഷ്യൻ്റെ ഇന്നത്തെ രോഗാവസ്ഥയിൽ 3/4 പങ്കും. ഇതെല്ലാം ഉള്ളിലൊതുക്കി ആരോടും പറയാനാവാതെ വിഴുങ്ങിക്കഴിയുന്ന ആളുകളിൽ പലതരത്തിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിച്ച് തുടങ്ങാം. ഈ താരതമ്യ സംസ്കാരവും വിഴുങ്ങൽ സംസ്കാരവും മരണ സംസ്കാരവും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കീഴടക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകളുടെ ആണെങ്കിലും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യ തകർച്ചയും അതുമൂലമുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളുമായിരിക്കും. ഈ ഒരു വിഷയത്തിലേക്ക് ആഴത്തിലൊന്ന് കടന്നു ചെല്ലാനും വേണ്ട മാറ്റങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. നന്ദി.